പെണ്ണ് വശക്കെട്ട് പിടിച്ച മുഖത്തോടെ ഓടി വന്ന് മുറിയിൽ കയറുന്നത് കണ്ടപ്പോഴേ തോന്നി എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന്. രാവിലെ ജോലിക്ക് പോകുമ്പോൾ വളരെ ഉത്സാഹവതിയായിരുന്നുവല്ലോ. ഇപ്പോൾ എന്തു പറ്റിയോ പെട്ടെന്ന്? പ്രായം 25 കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഇള്ള കുട്ടിയാണെന്ന വിചാരം. ആണും പെണ്ണുമായി ഒന്നേയുള്ളൂ, കുട്ടികളുണ്ടാകാൻ വഴിപാടും നേർച്ചയും കഴിച്ചുണ്ടായ ഒരേ ഒരു സന്താനം. ഡിഗ്രി കഴിഞ്ഞപ്പോഴേ കെട്ടിച്ചുവിടാൻ പറഞ്ഞതാ, ആര് കേൾക്കാൻ. അവളുടെ താളത്തിന് തുള്ളുന്ന അച്ഛനാണ് ഇപ്പോഴേ കെട്ടിച്ചുവിട്ട് പെണ്ണിനെ പ്രാരാബ്ധക്കാരിയാക്കേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും പഠിക്കാൻ വിട്ടത്. M.Com കഴിഞ്ഞല്ലോ, ഇനി എവിടെയെങ്കിലും ജോലിക്ക് കയറിയിട്ട് കുറച്ച് കാശൊക്കെ സ്വന്തമായി സമ്പാദിച്ചിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞ് പിന്നെയും അവൾ വിവാഹ ആലോചനകൾക്ക് തടസ്സം നിന്നു. നീ കേൾക്കുന്നതല്ലേ ചെറുപ്പത്തിലെ പെൺകുട്ടികളെ കെട്ടിച്ചുവിട്ട് അവർ ചെന്ന് കയറുന്ന വീട്ടിലെ പീഡനം സഹിക്കാൻ വയ്യാതെ കെട്ടി തൂങ്ങുന്നതും വിഷം കുടിക്കുന്നതുമൊക്കെ. അങ്ങനെ കളയാൻ നമുക്ക് ഒത്തിരിയൊന്നുമില്ലല്ലോ. അവൾ ജോലിക്ക് പോട്ടെ. നമ്മുടെ ഒപ്പം നിൽക്കുമ്പോഴേ പെൺമക്കൾക്ക് അവരാഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടും. ജോലിയുള്ള പെൺകുട്ടിക്ക് വിലയുള്ളൂ, അറിയുമോ? ഓ, അച്ഛനും മോളും കൂടി എന്താന്ന് വെച്ചാൽ ചെയ്യും. അന്ന് കൈയൊഴിഞ്ഞതാണ് പെണ്ണിനെ കെട്ടിക്കാനുള്ള തൻ്റെ ശ്രമത്തിൽ നിന്ന്. ബാങ്ക് ടെസ്റ്റ് എഴുതി പാസ്സായി പെട്ടെന്ന് ജോലിയും കിട്ടി സന്തോഷത്തോടെ പോയി വരികയായിരുന്നു. പിന്നെ ഇതിപ്പോൾ എന്തു പറ്റിയോ ആവോ. മുറിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഒന്ന് ആലോചിച്ചു, വിളിക്കണോ? വാതിൽ ചെറുതായി ചാരിയിട്ടേയുള്ളൂ, പക്ഷേ നേർത്ത ഏങ്ങലടികൾ പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. മെല്ലെ ഒന്ന് എത്തി നോക്കി. തലയണയിലേക്ക് മുഖം അമർത്തി വച്ചിരിക്കുന്നു. ചെറിയ ഏങ്ങലടികൾ ചുമലുകളെ വിറകൊള്ളിക്കുന്നു. അച്ചു, എന്താ പറ്റിയ മോളെ? നീ എന്തിനാ കരയുന്നേ? ഒന്നും മിണ്ടാതെ അവൾ കരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അവർ ബലമായി അവളുടെ മുഖം പിടിച്ചുയർത്താൻ ശ്രമിച്ചു. കണ്ണീര് വീണ് മുടിയിഴകൾ വല്ലാതെ നനഞ്ഞിരിക്കുന്നു. പറമോളെ, നീ എന്തിനാ കരയുന്നേ? കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ വെറുതെ ഇങ്ങനെ കരഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക? അതെന്താ, കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമേ കരയാവൂ എന്നുണ്ടോ? ചീറിക്കൊണ്ടായിരുന്നു അവളുടെ മറുപടി. എങ്കിൽ നീ കാര്യം പറ. ഞാൻ നിന്റെ അമ്മയല്ലേ, അമ്മയോടല്ലേ എല്ലാ കാര്യവും പറയേണ്ടത്. അതെങ്ങനെയാ? എല്ലാത്തിനും അച്ഛൻ മതിയല്ലോ. ഞാൻ വെറും വീട്ടുവേലക്കാരി. പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് സ്വരം ലേശമിടറാൻ തുടങ്ങിയത് കൊണ്ട് കൂടുതലൊന്നും പറയാതെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ മുറിക്ക് പുറത്തേക്ക് പോയി. അവൾ ഏറെ നേരം കൂടി അതേ കിടപ്പ് കിടന്നു. എങ്കിലും ഓർക്കും തോറും സഹിക്കാൻ പറ്റുന്നില്ല. താൻ ഇത്രയും നാൾ ആർക്ക് വേണ്ടിയാണോ കാത്തിരുന്നത്, ഇന്നത് വെറുതെയായി. താനാണ് മണ്ടി. ഇങ്ങോട്ട് അങ്ങനെ ഒരിഷ്ടം ഉണ്ടോയെന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. എന്നിട്ടും ഭ്രാന്തമായി അങ്ങോട്ട് സ്നേഹിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ ഒരിക്കലും തന്നോട് വെറുപ്പുള്ള മട്ടിൽ പെരുമാറിയിട്ടേയില്ല. കണ്ടുമുട്ടിയപ്പോഴെല്ലാം ആ കണ്ണുകളിൽ നിറഞ്ഞ സ്നേഹം മാത്രമാണ് താൻ കണ്ടിരുന്നത്. എന്നാൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്ന് ഇന്നാണ് മനസ്സിലായത്. വെറുമൊരു നാട്ടിൻ പുറത്തുകാരിയായ തന്നെ സ്നേഹിക്കാനും കൂടെ കൂട്ടാനും പറ്റാത്തത്ര വലിയ ആളായിരിക്കുന്നു. തന്നെ വേണ്ടാതായിരിക്കുന്നു. വീണ്ടും അവൾക്ക് ഉറക്കെ കരയാൻ തോന്നി. ആരോടും തുറന്നു പറയാത്ത ഒരേ ഒരു രഹസ്യം ഇത് മാത്രമായിരുന്നുവല്ലോ. അല്ലെങ്കിലും ഇതെങ്ങനെയാണ് വീട്ടുകാരോട് പറയുക? അവർ മനസ്സിലാക്കുമെന്ന് കരുതിയ താനാണ് വിഡ്ഢി. അച്ഛൻ്റെ അടുത്ത സുഹൃത്തായ കരുണൻ അങ്കിളിൻ്റെ മകൻ കിഷോർ. വിദേശത്താണ് ജോലി. കുട്ടിക്കാലം മുതൽക്കേ പരസ്പരം അറിയാവുന്നവർ. അച്ഛനോടൊപ്പം അവിടെ പോയിട്ടുള്ളപ്പോഴൊക്കെ ഒരു നാണം കുണുങ്ങി ചെറുക്കനെ ശ്രദ്ധിക്കുമായിരുന്നു. കരുണൻ അങ്കിളിൻ്റെ 2 ആൺമക്കളിൽ ഇളയ ആൾ. എന്തൊരു നീളമാണ് ചെക്കന്! എന്തെല്ലാം കഥകൾ അറിയാം. ചിത്രം വരയ്ക്കാനും പാട്ടു പാടാനും പിന്നെ നല്ല ഡിസൈനിൽ മൈലാഞ്ചി വരച്ച് തരാനുമൊക്കെ പേക്കുമെടുക്കൻ. വലുതാകും തോറും അവൻ സാമീപ്യം കൊണ്ട് തൻ്റെ മനസ്സിലും ഹൃദയത്തിലും ഒരു വസന്തം തന്നെ വിരിയിച്ചു. ഇത് തന്നെയാണ് പ്രണയമെന്ന് തിരിച്ചറിയാൻ അവന് വിട്ട് വരുമ്പോൾ തൻ്റെ നെഞ്ചിനുള്ളിൽ വിങ്ങുന്ന നോവ് മാത്രം മതിയായിരുന്നു. ഒപ്പം കളിച്ചു വളർന്നവനോട് പ്രണയമാണെന്ന് ആരോട് പറയും? അച്ഛനോടും അമ്മയോടും. അവരുടെയൊക്കെ കണ്ണിൽ അച്ചു എന്ന അശ്വതി സ്വഭാവം കൊണ്ടും ബുദ്ധി കൊണ്ടും വളരെ വളരെ ഉയരത്തിൽ ആയിരുന്നുവല്ലോ. പക്ഷെ പറയാമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട അച്ഛനോടെങ്കിലും. അച്ഛൻ തനിക്ക് വേണ്ടി സാധിച്ചു തരാത്തതായി ഇതേവരെ തൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അവൾ അഴിഞ്ഞു ചിതറിയ മുടി വാരി കെട്ടിവെച്ചു. മുഖം അമർത്തി തുടച്ചു. കണ്ണാടിയിൽ തന്നെ ഉറ്റുനോക്കി. എവിടെയാണ് കുഴപ്പം? എന്താണൊരു കുറവ്? ഇന്ന് ജോലിക്കിടയിൽ ഫോണിൽ വന്ന ആ മെസ്സേജാണ് തന്നെ തകർത്ത് കളഞ്ഞത്. അത് സത്യമായിരിക്കരുതേ എന്ന് വീണ്ടും അവൾ വെറുതെ ആശിച്ചുപോയി. തൻ്റേതാണവൻ, തൻ്റെ മാത്രം. ഇതുവരെയും ആർക്കും പിടികൊടുക്കാതെ നിന്നത് അവന് വേണ്ടി മാത്രമായിരുന്നു. ഓരോ വയസ്സ് കടന്നു പോകുന്തോറും ആദി പിടിക്കുന്ന അമ്മയുടെ മുന്നിൽ ഒന്നും അറിയാത്തതുപോലെ നിന്നതും അവനെ ചൊല്ലിയായിരുന്നു. എന്നിട്ടും ബാഗിനുള്ളിൽ നിന്നും അവൾ ഫോൺ തപ്പിയെടുത്തു. വാട്സപ്പ് തുറന്ന് അവൻ അയച്ച മെസ്സേജ് വീണ്ടും ഒരിക്കൽ കൂടി വായിച്ചു. അച്ചൂസേ, അടുത്ത മാസം ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഇപ്പം തന്നെ പറഞ്ഞേക്കാം. നമ്മൾ തമ്മിൽ ഒരു രഹസ്യവുമില്ലല്ലോ. അമ്മ നാട്ടിൽ ഒരു പെൺകുട്ടിയെ എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടത്രേ.
പെണ്ണ് കോളേജ് അധ്യാപികയാണ്. സുന്ദരിയാണെന്ന് പറഞ്ഞാൽ പോരാ, ആദ്യ സുന്ദരി. നിനക്ക് ഇഷ്ടപ്പെടും. വീട്ടിൽ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. ഞാനൊന്ന് എത്തിക്കിട്ടാൻ കാത്തിരിക്കുകയവർ. ഞാൻ വന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടി അവരുടെ വീട്ടിൽ പോയി കാണണം, കേട്ടല്ലോ? അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. ഫോണിലെ ഡിസ്പ്ലേയിലേക്ക് വീണ 2 കണ്ണീർ തുള്ളികൾ അയാൾ അയച്ച മെസ്സേജിൽ 2 വലിയ വളയങ്ങൾ തീർത്തു. ആരോ വരുന്നെന്ന് തോന്നിയതും അവൾ പെട്ടെന്ന് ഫോൺ ഓഫാക്കി. ഓഫീസിൽ വൈകുന്നേരം വരെ ഇരിക്കാനുള്ള മാനസിക നില നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരല്പം നേരത്തെ ഇറങ്ങുകയായിരുന്നു. ഇനി അമ്മ അച്ഛനെയും കൂട്ടിക്കൊണ്ടുവരും, ഉറപ്പ്. എന്തു മറുപടി കൊടുക്കും? എല്ലാം അച്ഛനോടെങ്കിലും തുറന്നു പറയാമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ തന്നെക്കുറിച്ച് എന്താവും തോന്നുക എന്നതായിരുന്നു അവളെ കൂടുതലും അലട്ടിയത്. അല്ലെങ്കിലും ഒരു ഇഷ്ടങ്ങളും ഒരിക്കലും മറച്ചു വെക്കരുത് എന്ന് ഇന്ന് പഠിച്ചു. നടന്നില്ലെങ്കിൽ പോലും അതിനുവേണ്ടി ശ്രമിക്കാമായിരുന്നു എന്നൊരു നിരാശ ഉണ്ടാവില്ലല്ലോ. മോളെ, അച്ഛൻ്റെ പ്രതീക്ഷിച്ച ശബ്ദം. അമ്മ പറഞ്ഞു മോള് വന്നിട്ട് മുറിക്കുള്ളിൽ നിന്നും ഇറങ്ങിയിട്ടില്ലെന്ന്. എന്തു പറ്റും മോളെ? എന്തെങ്കിലും കഴിച്ചിട്ട് വന്ന് കിടക്ക്. ഞാൻ കഴിച്ചോളാം അച്ഛ, വല്ലാത്ത തലവേദന. ഒന്ന് ഉറങ്ങിയാൽ ശരിയാകും. ഓക്കെ, എങ്കിൽ അച്ഛൻ ശല്യപ്പെടുത്തുന്നില്ല. അച്ഛൻ വാതിൽ ചാരി മുറി വിട്ടു പോയി. അന്ന് അവൾക്ക് പതിവില്ലാതെ ഇരുട്ടിനോട് വല്ലാത്ത പ്രണയം തോന്നി. ഉള്ളിലുള്ളതിനെ മറച്ചു പിടിക്കാനല്ലെങ്കിലും നല്ലത് ഇരുട്ട് തന്നെയാണ്. പക്ഷേ എത്ര നാൾ ഇരുട്ടിനെ പ്രണയിച്ചകത്തിരിക്കും? ഇങ്ങോട്ടില്ലാത്ത ഒരു സ്നേഹത്തിന് പിന്നാലെ പോയി താൻ എന്തിന് ഇരുട്ടിൽ ഒളിച്ചിരിക്കണം? തനിക്ക് എന്താണൊരു കുറവ്? പഠിത്തമില്ലേ? സൗന്ദര്യമില്ലേ? നല്ലൊരു ജോലിയില്ലേ? ഇതൊക്കെയും ഒരു കുറവായി തോന്നുന്ന ഒരാൾക്ക് വേണ്ടി വെറുതെ തൻ്റെ കുറേ വർഷങ്ങൾ കളഞ്ഞു. ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എല്ലാ വിഷമങ്ങളും ദൂരെ കളഞ്ഞ് അവളന്ന് ശാന്തമായി ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ ഒരുങ്ങുമ്പോഴാണ് അമ്മ ടിഫിൻ ബോക്സുമായി മുറിയിലേക്ക് വന്നത്. ഡാ, നീ അറിഞ്ഞോ, അടുത്ത മാസം കിഷോർ നാട്ടിൽ എത്തുന്നുണ്ടെന്ന്? ഇനിയത്തെ വരവിന് അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണമെന്നാണ് അച്ഛനെ ഇന്നലെ വിളിച്ചപ്പോൾ കരുണേട്ടൻ പറഞ്ഞത്. നിന്നെ അവൻ വിളിച്ചായിരുന്നോ? എഴുതിക്കൊണ്ടിരുന്ന കണ്ണിലെ ഐഷാഡോ അല്പം പടർന്നു. അവൾ ഒരു ടവൽ കൊണ്ട് മെല്ലെ കണ്ണു തുടച്ചു. അമ്മേ, കഴിക്കാൻ എടുത്തു വയ്ക്ക്, എനിക്കിന്ന് നേരത്തെ പോകണം. അരികിൽ നിൽക്കുന്ന അമ്മയെ ഗൗനിക്കാതെ അവൾ ധൃതി പിടിച്ച് സാരിയുടെ ഞൊറിവുകൾ നേരെയിട്ടു. കരിഞ്ഞ നീലയിൽ ചുവപ്പ് ബോർഡർ സാരി ഉടുത്തു നിൽക്കുന്ന മകളെ അവർ അഭിമാനത്തോട് നോക്കി. പെണ്ണ് എത്ര പെട്ടെന്നാണ് വളർന്ന സുന്ദരിയായത്! ആരും നോക്കി നിൽക്കുന്ന ഒരു ശാലീന സൗന്ദര്യം അവൾക്കുണ്ട്. ഇന്നലത്തെ മൂഡ് ഓഫ് എല്ലാം മാറിയെന്ന് തോന്നുന്നു. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കാണും. കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവർ അടുക്കളയിലേക്ക് നടന്നു. അവൾക്ക് ഇഷ്ടമുള്ള ഇടിയപ്പവും സ്റ്റൂവും അവർ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു. അപ്പോഴേക്കും അച്ഛനും കൂടി കഴിഞ്ഞു വന്നു. ചൂടുകറി ഇടിയപ്പത്തിലേക്ക് ഒഴിക്കുമ്പോഴാണ് അച്ഛൻ അത് പറഞ്ഞത്. കിഷോർ വരുന്നുണ്ട് കേട്ടോ മോളെ, ഇന്നലെ കരുണൻ എന്നെ വിളിച്ചിരുന്നു. അവൾ അലക്ഷ്യമായി ഒന്ന് മൂളി. പിന്നെ ധൃതിയോടെ ആഹാരം വാരി വലിച്ചു കഴിച്ചു. അച്ഛൻ അമ്പരപ്പോടെ ഒന്ന് അവളെ നോക്കി. ശേഷം ഭാര്യയുടെ മുഖത്തേക്ക്. അവർ അയാളെയും. കടുപ്പും കഴിഞ്ഞ് ബാഗ് എടുത്ത് തോളിലേക്കിട്ട് ഞാൻ ഇറങ്ങുക എന്നൊരൊറ്റ വാക്കിൽ അവൾ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞുപോയി. ഇവൾക്കത് എന്ത് പറ്റി? ഏട്ടൻ ശ്രദ്ധിച്ചോ? ഞാനും കിഷോറിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവൾ മൈൻഡ് ചെയ്തില്ല. എന്തോ ഒരു ദേഷ്യം പോലെ. അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. മുൻപൊക്കെ അവൻ്റെ കാര്യം പറയുമ്പോൾ വലിയ താല്പര്യം കാണിക്കുന്ന ആളാണ്. എന്ത് പറ്റിയോ ആവും. ഇനി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ഇന്നലെ ഓഫീസിൽ നിന്നും വന്നതേ വല്ലാത്ത മൂഡിലായിരുന്നല്ലോ. രണ്ടും കൂടി പിണങ്ങിയോ ആവോ? ഇങ്ങനെയായാൽ എങ്ങനെ ഒന്നിച്ച് ജീവിക്കും? നീ ഈ കാര്യം മോളോട് സംസാരിച്ചോ ശാന്തി? അവൾക്ക് താല്പര്യമുണ്ടോ എന്ന് അറിയണമല്ലോ. കരുണൻ എന്നെ വിളിച്ചത് തന്നെ ഇക്കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ടുപേരും കുട്ടിക്കാലം മുതൽക്കേ അറിയാവുന്നവരും നല്ല സുഹൃത്തുക്കളും എന്ന് കരുതി ഇങ്ങനെ ഒരു ബന്ധത്തിന് അവർ വഴങ്ങുമോ എന്ന് അറിയില്ലല്ലോ. എന്തായാലും അവൾ നല്ല മൂഡിലിരിക്കുമ്പോൾ നീ ഇതേക്കുറിച്ചൊന്ന് സംസാരിക്കുക. ഇഷ്ടമാണെങ്കിൽ ഒത്തിരി നീട്ടിക്കൊണ്ട് പോവേണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇന്നലെ തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞാലോ എന്ന് വിചാരിച്ചതായിട്ടാ. പക്ഷെ അവൾ വന്ന് കയറിയത് തന്നെ ഇടങ്കേടിലായിരുന്നല്ലോ. പിന്നെ എങ്ങനെ അവിടെ നിന്ന് സംസാരിക്കും? ആ, സമയമുണ്ടല്ലോ, ചോദിക്കാം. ബാങ്കിൽ നിന്ന് സാമാന്യം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് യാതൊന്നും ചിന്തിക്കാൻ നേരം കിട്ടിയില്ല എന്ന് പറയുന്നതാവും ശരി. എങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിഷോർ മെസ്സേജ് ഇടാറുള്ളതാണ്. ഇന്ന് അതും കണ്ടില്ല. പുതിയ ബന്ധങ്ങൾ അത്രയ്ക്ക് പിടിച്ച് കാണുമായിരിക്കും. സുന്ദരിയല്ല, അതിസുന്ദരിയാണത്രേ. അവൾ ഓർമ്മകളെ കുടഞ്ഞു കളയുന്നത് പോലെ തലവെട്ടിച്ചു. ലഞ്ച് ടൈമിൽ വികാസാണ് പുതിയ സിനിമ ശീതളിൽ എത്തിയിട്ടുണ്ട്, ആരെങ്കിലും വരുന്നു എന്ന് ഉറക്കെ ചോദിച്ചത്. ഒരു മാറ്റം അത്യാവശ്യമായി തോന്നിയത് കൊണ്ട് അച്ചുവാണ് ആദ്യം കൈപൊക്കിയത്. പിന്നാലെ പകുതിയോളം പേര് ഞാനുമെന്ന് വിളിച്ചു പറഞ്ഞു. ശനിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് വർക്ക് കുറവാണ്. മിക്കവാറും അന്ന് എന്തെങ്കിലും ചെറിയൊരു ഔട്ടിംഗ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്യാറുണ്ട്. സുഹൃത്തുക്കൾക്കൊപ്പം സിനിമ കണ്ടിരിക്കുമ്പോഴും മനസ്സ് എവിടെയോ കുരുങ്ങിക്കിടക്കുന്നത് പോലെ ഒരു വല്ലായ്മ.
നായകനും നായികയും കൈകോർത്ത് പിടിച്ച് പാടുന്ന രംഗങ്ങൾ കണ്ടിട്ട് അസ്വസ്ഥതയാണ് തോന്നിയത്. വെറുതെ വാട്സപ്പ് തുറന്നു നോക്കി. ഇല്ല, മെസ്സേജ് ഒന്നുമില്ല. തിരികെ വീട്ടിലെത്തുമ്പോൾ അച്ഛനും അമ്മയും കാത്തിരിപ്പുണ്ട്. സിനിമ എങ്ങനെയുണ്ടെന്ന അച്ഛൻ്റെ അന്വേഷണം കേട്ട് ശരിക്കും അവൾ കുഴപ്പത്തിലായി. ഒന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു സത്യം. പക്ഷേ ഇവരോട് എന്ത് പറയും? കൊള്ളാം, നല്ല ഫിലിമാണ്, വെറുതെ അവൾ പറഞ്ഞൊപ്പിച്ചു. അമ്മയെടുത്ത് വെച്ച് ഊണ് കഴിക്കാനായി കൈ കഴുകുമ്പോൾ അച്ഛൻ അടുത്ത് വന്നിരുന്നു. അച്ഛൻ കഴിച്ചോ? മരുന്ന് കഴിക്കുന്നത് കൊണ്ട് അച്ഛൻ നേരത്തെ അത്താഴം കഴിക്കുമെന്ന് അറിയാം, എങ്കിലും വെറുതെ അവൾ തിരക്കി. ഞാൻ കഴിച്ചു. അമ്മ നീ കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ചോറിലേക്ക് പുളിശ്ശേരി ലേശം ഒഴിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെയും ഒട്ടും തിരക്കില്ലാതെയും അവൾ കഴിച്ചു തുടങ്ങി. അച്ഛനാണ് വീണ്ടും തുടക്കമിട്ടത്. മോളറിഞ്ഞു, കിഷോർ അടുത്ത മാസം വരുന്നുണ്ട്. ഇത്തവണ വരുമ്പോൾ കല്യാണം കഴിപ്പിച്ചിട്ടേ ഇനി തിരിച്ചു വിടുന്നുള്ളൂ എന്നാണ് കരുണൻ പറഞ്ഞത്. അലസമായി അവൾ മൂളി. അമ്മ അച്ഛനെ ഒന്ന് നോക്കി. നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലേ? അവൾ നിന്നെ എപ്പോഴും വിളിക്കുന്നതാണല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പോൾ പുതിയ ബന്ധങ്ങളാണല്ലോ ആൾക്ക് വരത്, പിന്നെ എങ്ങനെ വിളിക്കാനാണ്? അച്ഛൻ അമ്പരപ്പോടെയാണ് അമ്മയെ നോക്കിയത്. എന്തോ പറയാൻ തുടങ്ങിയത് പിന്നെ വേണ്ടെന്ന് വെച്ചു. അവൾ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നത് വരെ ആരും പിന്നെ ഒന്നും സംസാരിച്ചില്ല. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, കേട്ടില്ലേ അവൾ പറഞ്ഞത്? അവർ കുടിക്കാനുള്ള വെള്ളം നിറച്ച ജഗ് മേശപ്പുറത്ത് വെച്ചു. അതെ, എനിക്കും തോന്നി. മുമ്പ് ഇങ്ങനെയൊന്നുമല്ലായിരുന്നല്ലോ കിഷോറിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ. അതാണ് കുറച്ച് ദിവസമായുള്ള മോളുടെ പ്രകൃതത്തിലുണ്ടായ ഈ മാറ്റങ്ങൾ. നാളെ ആട്ടെ കിഷോറിനെ തന്നെ വിളിച്ചു നോക്കാം. പക്ഷേ മുറിയിൽ അവൾ അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. പുകയുകയായിരുന്നു ആ മനസ്സ്. ഇത്രയും നാൾ അടുത്ത് ഇടപഴകിയിട്ടും അവൻ എൻ്റെ മനസ്സ് കാണാതെ പോയത് എന്താണ്? ഒരിക്കലും ഇഷ്ടമാണെന്ന് പരസ്പരം പറഞ്ഞിട്ടില്ല. എല്ലാം തുറന്നു പറയണമെന്നുണ്ടോ? പറയാതെ അറിയേണ്ട ചിലതൊക്കെ ഇല്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ? ഒരു മെസ്സേജ് ഇട്ടാലോ? എന്നും ഇടാറുള്ള പോലെ ഒരു ഹായ് അവൻ്റെ പ്രൊഫൈലിലേക്ക് ഇട്ടിട്ട് അവൾ കാത്തിരുന്നു. ഓരോ മിനിറ്റുകൾ കടന്നു പോകുന്നു. 10 മിനിറ്റ് കഴിഞ്ഞതും മറുപടി വന്നു. എടോ, ഞാൻ 2 ദിവസമായിട്ട് ഭയങ്കര ബിസിയായിരുന്നു. ഇപ്പോൾ ഞാൻ വേറൊരു സൈറ്റിലാണ്. നാട്ടിൽ പോകുന്നതിന് മുമ്പ് കുറേ വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അതാണ്. എന്താ, തനിക്ക് സുഖമല്ലേ? ആൻറ്റിയും മംഗളും ഞാൻ വരുന്നവരും അറിഞ്ഞോ? തിരക്കൊന്ന് കുറയട്ടെ, ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാം, ഓക്കെ? ഓ, ഉള്ളിൽ ഒരു ഇത്തിരി തണുപ്പ് വന്ന് വീണത് പോലൊരു ആശ്വാസം. അവനോട് സംസാരിക്കാതിരിക്കുന്നതാണ് ഇതുവരെ അനുഭവിച്ച ശ്വാസം മുട്ടലിന് കാരണം. തൻ്റെ ഈഗോ, അല്ലെങ്കിൽ നിരാശയും സങ്കടവും പ്രതിഷേധവുമാണ് എല്ലാത്തിനും കാരണം. അവനങ്ങനെ തന്നെ കാണാൻ കഴിയില്ലായിരിക്കും. തട്ടിപ്പറിച്ചെടുക്കുന്ന ഒന്നും സ്ഥിരമായി നിൽക്കില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയും. അങ്ങനെ ഒരു സ്നേഹം എനിക്ക് വേണ്ട. അവൻ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്ത് മാത്രമായിരിക്കട്ടെ എന്നും എപ്പോഴും. നീറിപ്പുകയുന്ന മനസ്സിന് 2 നാളുകൾക്ക് ശേഷം ഒരു ചെറിയ ആശ്വാസം തോന്നി. തൻ്റെ മനസ്സിന് വലവിരിക്കുന്ന വേട്ടക്കാരൻ താൻ തന്നെയാണ്. സുഖമായൊന്ന് ഉറങ്ങാൻ അവൾക്ക് കൊതി. തുതപ്പിനുള്ളിലേക്ക് അമർന്നു കിടക്കുമ്പോൾ കിഷോറിൻ്റെ നനുത്ത ഓർമ്മകൾ വീണ്ടും തന്നിലേക്ക് പടർന്നു കയറുന്നതറിഞ്ഞ് അവൾ തലവഴി പുതപ്പ് മൂടി കണ്ണുകൾ ഇറുക്കി അടച്ചു. പിറ്റേന്ന് വളരെ ഉത്സാഹത്തിലായിരുന്നു അവൾ. മനസ്സിലെ വേണ്ടാത്ത ചിന്തകളെല്ലാം കഴുകിക്കളഞ്ഞിരുന്നു. അമ്മയും അച്ഛനും അതിശയത്തോടെ നോക്കുന്നത് കാണാത്ത ഭാവത്തോടെ എന്നത്തെയും പോലെ നന്നായി ഒരുങ്ങി തന്നെ ജോലിക്ക് പോയി. അങ്ങനെ ഒരാഴ്ച യാതൊരു കേടുപാടുകളും കൂടാതെ കടന്നുപോയി. അവൾ പൂർണ്ണമായും കിഷോറിനോടുള്ള സ്നേഹത്തെ മറന്നു കളഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ കള്ളത്തരമായി പോകും. മറക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാവും ശരി. മനഃപൂർവ്വമല്ല. തന്നോട് ഇങ്ങോട്ടത്തരം ചിന്തകളില്ലാത്ത ഒരു മനുഷ്യനെ വെറുതെ എന്തിന് ബുദ്ധിമുട്ടിക്കണം? അമ്മ കണ്ടുവച്ചെന്ന് പറഞ്ഞ ആ സുന്ദരി പെണ്ണിനെ തന്നെ അയാൾ കല്യാണം കഴിക്കട്ടെ. അങ്ങനെയാണ് അവൾ തീരുമാനിച്ചത്. വളരെ തിരക്ക് പിടിച്ച ഒരു വെള്ളിയാഴ്ചയാണ് ബാങ്ക് മാനേജർ അച്ചുവിനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചത്. വളരെ നല്ല ഒരു മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവൾക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരോടും വളരെ സൗഹാർദ്ദത്തോടെയും തമാശയോടെയും സംസാരിക്കാൻ മിടുക്കൻ. പെൻഷൻ പറ്റാൻ 4-5 വർഷങ്ങൾ കൂടി ബാക്കിയുണ്ടാവും. സാരിയുടെ മുന്താണി തുമ്പ് തിരിപ്പിടിച്ചുകൊണ്ട് മാനേജർക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാവും വിളിപ്പിച്ചതെന്ന ആശങ്കയിലായിരുന്നു. മുഖപുര ഒന്നും കൂടാതെയാണ് സാർ ചോദിച്ചത്. തനിക്കൊരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. ആ കാര്യം സംസാരിക്കാനാണ് അശ്വതിയെ വിളിപ്പിച്ചത്. കൈകൾ പെട്ടെന്ന് നിശ്ചലമായി. മാനേജർ ജോലി കൂടാതെ ഈ പണിയും ഇദ്ദേഹത്തിനുണ്ടോ? താൻ ഞെട്ടേണ്ട, എനിക്ക് ബ്രോക്കർ പണിയൊന്നുമില്ല. എൻ്റെ ബാങ്കിലുള്ള ഒരു കുട്ടിയെക്കുറിച്ച് എനിക്ക് താല്പര്യമുള്ള വേണ്ടപ്പെട്ട ഒരാൾ അന്വേഷിച്ചപ്പോൾ വിളിച്ച് ചോദിച്ചു എന്ന് കരുതിയാൽ മതി. എന്ത് പറയാനാണ് എന്നാണ് അവൾ അപ്പോൾ ചിന്തിച്ചത്. ഇദ്ദേഹത്തെ പോലെ ഒരാളോട് ഇതേക്കുറിച്ച് എന്തു പറയും? താല്പര്യമില്ലെന്നോ അതോ ഉണ്ടെന്നോ? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകന് വേണ്ടിയാണ് കേട്ടോ. അയാൾ ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടിരുന്നു അത്രേ. പയ്യൻ ടെക്നോ പാർക്കിലാണ്. നല്ല ഫാമിലി, നല്ല ക്യാരക്ടർ, വിവാഹിതയായ ഒരു സിസ്റ്റർ, പിന്നെ അച്ഛനും അമ്മയും. താല്പര്യമുണ്ടെങ്കിൽ പറയണം.
അവർക്ക് ഇയാളുടെ വീട്ടിൽ വരാനാണ് പെൺകുട്ടിയെ കാണാൻ. അവൾക്ക് ലേശം പരിഭ്രമം തോന്നി. ഇതൊക്കെ താൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട വിഷയമല്ലല്ലോ. സാർ, ഇപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താ പറയുക? ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടുകാരല്ലേ ആലോചിക്കുന്നത്. ഞാൻ അച്ഛനോട് പറയാം, എന്നിട്ട് സാറിനെ വിളിക്കാം. എന്താ? ഓക്കെ ഓക്കെ, അത് മതി. ഞാൻ ഇയാളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫാദറിനോടൊന്ന് സംസാരിക്കും. എന്തായാലും എന്നെ അറിയിക്കണം, കാരണം അവർക്ക് നല്ല താല്പര്യമുണ്ട്. പിന്നെ എനിക്കും. ഒടുവിൽ പറഞ്ഞത് അല്പം ചിരിയോടെയാണെങ്കിലും അവൾക്ക് ഒട്ടും ചിരി വന്നില്ല. ഒരു വയ്യാവേലി ആയോ എന്നൊരു ആശയക്കുഴപ്പത്തിൽ അവൾ തിരിച്ച് സീറ്റിൽ വന്നിരുന്നു. ആരോടും ഇതേക്കുറിച്ച് പറയണ്ട എന്ന് തീരുമാനിച്ചു. ആദ്യം അച്ഛനോട് തന്നെ പറയാം. വൈകിട്ട് ടി വിയിലെ ന്യൂസ് ചാനലിൽ അമർന്നിരുന്ന അച്ഛൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ വിഷയം പറയാൻ അവൾക്കൊരു വല്ലായ്മ തോന്നി. കിഷോറിനെയാണ് ഇഷ്ടമെന്ന് തുറന്നു പറയാൻ വയ്യാത്ത താനാണ് പുതിയ പ്രപ്പോസൽക്കാരും സംസാരിക്കുന്നത്. പക്ഷേ പറയാതിരിക്കാൻ വയ്യല്ലോ. നാളെ സാർ ചോദിച്ചാൽ എന്ത് പറയും? എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും അച്ഛൻ്റെ മുഖത്തൊരു തെളിച്ചമോ സന്തോഷമോ കണ്ടില്ല. ഞാൻ എന്താണ് സാറിനോട് പറയുക? അല്ലെങ്കിൽ അച്ഛൻ തന്നെ സാറിനെ വിളിച്ചു പറ. എനിക്ക് വയ്യ ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കാൻ. മോൾക്ക് കേട്ടിട്ട് എന്ത് തോന്നി? നല്ല ആലോചനയാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. ശാസനയോടെയുള്ള ഭാര്യയുടെ നോട്ടം കണ്ടു. അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. എനിക്കിപ്പോൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഒരു ജോലിയുണ്ട്, അത് മതി തൽക്കാലം ജീവിക്കാൻ. നീ സാറിൻ്റെ നമ്പർ തരൂ, ഞാൻ വിളിച്ചു നോക്കട്ടെ. എന്നിട്ട് തീരുമാനിക്കാം കല്യാണം കഴിക്കണോ വേണ്ടായോ എന്ന്. ഫോണിലെ കോണ്ടാക്റ്റ് എടുത്ത് നമ്പർ പറഞ്ഞു കൊടുത്ത് അവൾ മൊബൈലുമായി മുറിയിലേക്ക് പോയി. നിങ്ങൾ ഇതെന്ത് പണിയാ ഏട്ടാ ചെയ്യാൻ പോകുന്നത്? സാറിനെ വിളിച്ച് ആലോചന മുന്നോട്ട് കൊണ്ടുപോകാനോ? പിന്നെ മറ്റവരോട് നമ്മൾ എന്ത് മറുപടി പറയും? അതൊക്കെയുണ്ട്, നീ കിടന്ന് കയർ പൊട്ടിക്കാതിടൂ. അയാൾ ഫോണുമായി നേരെ മുറ്റത്തേക്കാണ് നടന്നത്. വിളിച്ചത് കരുണൻ മാഷിനെയും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കരുണൻ മാഷിന് ഒരു സംശയം. അല്ല, മോൾക്ക് കിഷോറുമായുള്ള വിവാഹത്തിന് സമ്മതമല്ലെന്നുണ്ടോ? ഇതെന്താ പിന്നെ ഒന്നും അറിയാത്തതുപോലെ അവൾ പ്രപ്പോസൽക്കാരെ സംസാരിച്ചത്? എടോ, ഇവിടെ ഇതുവരെ അതിനെക്കുറിച്ച് ഞങ്ങൾ ആരും സംസാരിച്ചിട്ടില്ല. അവളും ഒന്നും പറഞ്ഞിട്ടില്ല. താൻ ആദ്യം കിഷോറിനോട് ഇതേക്കുറിച്ചൊന്ന് സംസാരിക്കും. അവൾക്ക് കല്യാണം പോലും വേണ്ടെന്നാ പറയുന്നത്. ഫോൺ കട്ട് ചെയ്തിട്ട് അയാൾ ബാങ്ക് മാനേജറിൻ്റെ നമ്പർ എടുത്തു. മകൾ കേട്ടെങ്കിലോ എന്ന് കരുതി കുറച്ച് മുന്നോട്ട് നടന്നു. പയ്യനെക്കുറിച്ചുള്ള വിവരങ്ങൾ കേട്ടപ്പോൾ മോൾക്ക് ചേരുന്നൊരു ബന്ധം തന്നെയാണെന്ന് മനസ്സിലായി. പക്ഷേ മറ്റൊരു താല്പര്യം വർഷങ്ങളായി താനും ഭാര്യയും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു. ഒടുവിൽ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനും മറന്നില്ല. അശ്വതി തൽക്കാലം ഇതൊന്നും അറിയരുത്. അന്ന് പതിവില്ലാതെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുൻപ് വാട്സാപ്പിലെ കിളി പലവട്ടം ചിലച്ചത്. പക്ഷേ സ്കൂട്ടർ ഓടിക്കുന്നതിനിടയിൽ അവൾ അറിഞ്ഞില്ല. സ്കൂട്ടർ ഒതുക്കി വെച്ച് അകത്തേക്ക് കയറുമ്പോൾ അച്ഛൻ പതിവ് പോലെ മുറ്റത്തെ പേരച്ചൂട്ടിൽ നിൽപ്പുണ്ട്. അച്ഛൻ പണ്ടേ അങ്ങനെയാണ്. താൻ മടങ്ങിയെത്തുന്നതും കാത്തുള്ള നിൽപ്പാണ്. ബാഗ് എടുത്ത് അകത്തേക്ക് കയറുമ്പോൾ പെട്ടെന്ന് അവൾ എന്ത് ഓർത്തതുപോലെ തിരിഞ്ഞു നിന്നു. അതേ, അച്ഛൻ സാറിനെ വിളിച്ചായിരുന്നോ? കണ്ടിട്ട് ഒന്നും എന്നോട് ചോദിച്ചില്ലല്ലോ. പയ്യന് അവധിയുള്ളൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന് കാണട്ടെ അല്ലേ? മനസ്സൊന്ന് വാടിയെങ്കിലും പെട്ടെന്ന് മുഖത്ത് സന്തോഷം വരുത്തി. തൻ്റെ വാടിക്കരിഞ്ഞ പ്രണയകുസുമങ്ങൾ ആരും കാണാതെ പോകട്ടെ. എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഇഷ്ടം എന്നിൽ തന്നെ കുഴിച്ച് മൂടപ്പെടട്ടെ. മേല് കഴുകി വന്നപ്പോഴേക്കും അമ്മ വിളക്ക് കൊളുത്താനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു. അച്ചു, കുറച്ച് ഭക്തിയൊക്കെ ആവാം കേട്ടോ. ഇപ്പോൾ നീ വലിയ ജോലിക്കാരി ആയതിനാൽ പിന്നെ ഈ പരിസരത്തേക്ക് അടുക്കുന്നില്ല. പണ്ട് നാമം ചെല്ലാനും കൃഷ്ണന് മാല കെട്ടാനും അമ്പലത്തിൽ പോകാനുമൊക്കെ എന്ത് ഉത്സാഹമായിരുന്നു. ശരിയാണ്, എത്ര തൊഴുതാലും മതിയാകാതെ നിന്നിട്ടുണ്ട് കൃഷ്ണൻ വിഗ്രഹത്തിന് മുമ്പിൽ. മുറ്റത്തെ തുളസിയിലെന്നുള്ളി മാല കെട്ടി കൊടുക്കുമ്പോൾ അന്നൊരു കള്ളകൃഷ്ണൻ തൻ്റെ ഉള്ളിലും കൂടിക്കൊണ്ടിരുന്നു. എനിക്കെന്തേ മാല തരാത്തു എന്ന പരിഭവം മൂടിയ ചിരിയുമായി. പിന്നെ ജോലി കിട്ടിയതോടെ ആകെ മടിയായി. എന്നും മതി വരുവോളം ഒന്നുറങ്ങണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. കല്യാണം കഴിയുമ്പോൾ ഈ ഉറക്കഭ്രാന്തൊക്കെ താനും മാറിക്കോളും, നോക്കിക്കോ. അമ്മയുടെ ഉപദേശം കേൾക്കുമ്പോൾ ചിരിച്ചു പോകും. കല്യാണമാണ് പെണ്ണിൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂച്ചു വിലകിടുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നല്ല പാഠം പഠിപ്പിക്കാൻ വിടുന്ന വലിയൊരു ക്ലാസ് മുറിയാണ് അവൾ കയറിച്ചില്ലെന്ന ഓരോ അടുക്കളയും. വിളക്കിന് മുന്നിൽ നിന്നും കൈകൾ കൂപ്പി ഉള്ളിൽ ശൂന്യമായി പോയ ഒരു രാധയാണ് താനെന്ന്. മുന്നിലെ ചിരിക്കുന്ന കണ്ണിൻ്റെ കണ്ണിൽ തൻ്റെ നിരക്കുള്ള പരിഹാസമാണോ കാണുന്നത്, അതോ സകടാപമോ? ഭസ്മപാത്രത്തിൽ നിന്നും ഒരു നുള്ളു എടുത്ത് നെറ്റിയിൽ ഒരു കുഞ്ഞു വരച്ചു. എന്നും എപ്പോഴും എൻ്റെ ഉള്ളിൽ നീയുണ്ട്, പക്ഷേ അത് കാണാതെ പോയതും നീ തന്നെയാണ് കണ്ണാ. അമ്മ നാമം ചെല്ലാനിരിക്കുന്നത് കണ്ടു. ഫോൺ എടുത്തതും വാട്സപ്പ് നിറയെ മെസ്സേജ് കണ്ടു. ഒന്നും ഞെട്ടി. കിഷോറിൻ്റെ ഒരു കുന്ന് വോയിസ് മെസ്സേജ്. ഹൃദയം വല്ലാതെ തെരുമ്പറ കൊട്ടുന്നത് അവൾ അറിഞ്ഞു. എടോ, അച്ഛൻ വിളിച്ചിരുന്നു. തനിക്ക് വന്ന പുതിയ പ്രപ്പോസലിൻ്റെ കാര്യം പറഞ്ഞു. നീ എന്ത് തീരുമാനിച്ചു? നല്ല പയ്യനായിരിക്കുമല്ലോ അല്ലേ? ഞാൻ 2 ആഴ്ച കഴിഞ്ഞങ്ങ് എത്തില്ലേ? എന്നിട്ട് പോരെ ചടങ്ങൊക്കെ നടത്തുന്നത്.
ഇതിലും ഭേദം അവനൊരു കത്തിയെടുത്ത് തന്നെ കുത്തിക്കൊല്ലുന്നതായിരുന്നു. ദുഷ്ടൻ, എങ്ങനെ ഇതുപോലെ പറയാൻ കഴിയുന്നു? വന്നിട്ട് നടത്തിയാൽ മതിയെന്ന്. പകരം തനിക്കതിന് കഴിയുമോ എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ. പെട്ടെന്നൊരു വാശി തോന്നി. വോയിസ് വേണ്ട. തൻ്റെ സ്വരത്തിന് കള്ളം മറച്ചു വെക്കാൻ കഴിയാതെ വന്നാലോ? അവൾ ടൈപ്പ് ചെയ്തത് ഒട്ടും തിരക്കില്ലാതെയും ക്രൂരമായൊരു സന്തോഷത്തോടെയുമായിരുന്നു. അത് പിന്നെ അവർക്ക് പെട്ടെന്ന് നടത്തണമെന്ന് ഭയങ്കര നിർബന്ധം. ആ ചെക്കൻ്റെ അച്ഛൻ എന്നെ മുൻപ് കണ്ടിട്ടുണ്ടത്രേ. നല്ല ഫാമിലിയാണ്, കാണാൻ സ്മാർട്ടാണ്. ഞങ്ങളുടെ സാറിന് ഈ വിവാഹം നടത്താൻ വലിയ താല്പര്യമാണ്. അടുത്ത സൺഡേ അവർ വരുന്നുണ്ട് പെണ്ണ് കാണാൻ. അന്ന് ഞാൻ ചായ കുടിക്കണോ അതോ ചുരിദാറും മതിയോ? ഏതാടാ എനിക്ക് കൂടുതൽ ചേരുന്നത്? നീയും ഏതായാലും കല്യാണം കഴിക്കാൻ പോവല്ലേ? കാണാൻ ചെല്ലുമ്പോൾ പെൺകുട്ടി ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നതാണ് നിനക്കിഷ്ടം? മറുപടിക്കായി കാത്തിരിക്കുമ്പോൾ അവൻ ഓൺലൈനിൽ നിന്നും അപ്രത്യക്ഷമായി. പോയി കെട്ടട്ടെ എന്നേക്കാൾ അതിസുന്ദരിയായ പെണ്ണിനെ. തൻ്റെ മനസ്സ് കൊണ്ടുപോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരാളെ താനെന്തിന് നീയും കാത്തിരിക്കണം? പ്രതികാരത്തിനും ആത്മഹത്യയ്ക്കും ഒന്നിനുമില്ല. സഫലമാകാത്ത ഇഷ്ടം ഒരു മുറിവായി ഹൃദയത്തിലെന്നും അങ്ങനെ തന്നെ കിടക്കട്ടെ, ആരും അറിയാതെ. അമ്മയും അച്ഛനും രാവിലെ തന്നെ എങ്ങോട്ടോ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നീണ്ടുപോയി ഉറക്കം. ഓ, ഉറക്കക്കാളി എത്തിയോ? ചായ ചൂടാക്കി കുടിക്കും, അല്ലെങ്കിൽ ചോറെടുത്ത് കഴിക്കും, നേരം ഉച്ചയായി. അമ്മയുടെ വളച്ചൊരു തമാശ. മോളെ, ഞങ്ങൾ കരുണൻ്റെ വീട്ടിൽ വരെ പോകുക. നാളെ വൈകിട്ടല്ലേ അവൻ വരുന്നത്. കല്യാണക്കാരുമൊക്കെ എന്തായെന്നൊന്ന് അറിയാമല്ലോ. അവൾ ഒന്നും മിണ്ടാതെ തലകുലുക്കി. കിഷോർ തൻ്റെ മെസ്സേജ് കണ്ട് രക്ഷപ്പെട്ടു പോയതാണ് കഴിഞ്ഞ രാത്രിയിൽ. അവൻ വരട്ടെ. കണ്ടിട്ട് കുറേ നാളായി. കുറച്ചുകൂടി വണ്ണം വച്ചിട്ടുണ്ടാവും, നിറവും. അന്ന് സാലറി കിട്ടിയ ദിവസമായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. പോരെങ്കിൽ ഡിസംബർ മാസമോ. 6 മണിയാകുമ്പോഴേ നേരം ഇരുട്ടും. അച്ഛന് ഒച്ച വയ്ക്കാൻ അത് മതി. സ്കൂട്ടർ ലോക്ക് ചെയ്തിട്ട് 2 കൈയിലും നിറയെ സാധനങ്ങളുമായി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആരുടെയൊക്കെയോ സംസാരങ്ങൾ പുറത്ത് കേൾക്കാമായിരുന്നു. അവനായിരിക്കുമോ? ഏയ്, ഇന്നല്ലേ എത്തൂ. ഉടനെ ഇങ്ങോട്ട് ഓടി പിടിച്ചു വരണത്ര വലിയ ബന്ധങ്ങളൊന്നും അവനിവിടെ ഇല്ലല്ലോ. നീ എന്താ വെച്ചു ഇത്രയും വൈകിയത്? ഇവിടെ ആരാ വന്നിരിക്കുന്നത് നോക്കിക്കേ. അമ്മ ഓടി വന്ന് കയ്യിൽ നിന്നും വലിയ 2 കവറുകൾ വാങ്ങി. ഇന്ന് കടയിലൊക്കെ കയറിയിട്ടേ ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞത് അച്ഛനോട്. 7 മണി കഴിഞ്ഞാൽ പിന്നെ അച്ഛന് ഭയങ്കര ടെൻഷനാണ്. ഈ അച്ഛൻ്റെ ഒരു കാര്യം, മുറിയിലേക്ക് പോകാൻ തന്നെ തിരിഞ്ഞതാണ്. പക്ഷേ ഒരാൾ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നത് അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അച്ഛനും അമ്മയും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നു. അയ്യോ, ഇതാരാ? ഇതിനെന്താ അമ്മേ, ഇവിടെയാണോ ഫ്ലൈറ്റ് ഇറങ്ങിയത്? ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് കിഷോർ എഴുന്നേറ്റ് തൻ്റെ അരികിലേക്ക് വരുന്നത് ഒരു സ്വപ്നം പോലെ അവൾ നോക്കി നിന്നു. മാറിയിട്ടുണ്ട്, പോയതിലും ഒരുപാട്. പക്ഷെ പെരുമാറ്റമെല്ലാം സാധാരണ പോലെ തന്നെ. അവൻ മാത്രം മാറിയിട്ടില്ല. പഴയ തമാശയും വിശേഷം പറച്ചിലുകളും ഒന്നും മാറിയിട്ടില്ല. അവളെ നോക്കി നിൽക്കുമ്പോൾ അവൻ ചിന്തിച്ചതും മറ്റൊന്നും ആയിരുന്നില്ല. അവളിപ്പോഴും പഴയ ബഹളക്കാരി പെണ്ണ് തന്നെ. പക്ഷേ താൻ ഊഹിച്ചതിലും എത്രയും ഇരട്ടി അവൾ മാറിപ്പോയിരിക്കുന്നു. സാരിയിൽ ഒരു വലിയ പെണ്ണിനെ പോലെ. നിറം കൂടിയും. കവിളുകളിൽ നിന്നും ചോര തൊട്ടെടുക്കാം. എത്ര സിമ്പിളായിട്ടാണ് ഒരുക്കം. എന്നിട്ടും എന്തൊരു ആകർഷണമാണ്. കേട്ടോ അമ്മേ, ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് അതിസുന്ദരിയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ കൊതിയായി. എന്നേക്കാൾ സുന്ദരി ആരാണെന്ന് അറിയണമല്ലോ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. കിഷോർ ഒന്ന് പരിങ്ങി. അതെ, അത് സത്യമാണല്ലോ, അല്ലേ ആൻറ്റി? ഒരു കള്ളച്ചിരിയോടെ അവൻ ചോദിക്കുന്നു അമ്മയോട്. അമ്മ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതെ അതെ. ഏ, അപ്പോൾ അമ്മ നേരത്തെ കണ്ടിട്ടുണ്ടോ പെണ്ണിനെ? എല്ലാവരും കൂടി എന്നെ വെട്ടിയാക്കുമായിരുന്നു. കിച്ചു, നീ ഇരിക്കേ, ഞാൻ ഇതൊക്കെ ഒന്നുകൊണ്ട് വച്ചിട്ട് ഇപ്പോൾ വരാം. അവൾ സ്നേഹം കൂടുമ്പോൾ അവന് വിളിക്കാറുള്ളതാണ് കിച്ചു എന്ന്. ആൻറ്റിയും മംഗളും തൻ്റെ നേർക്ക് കണ്ണും കൈയും കാട്ടുന്നത് അവൻ കണ്ടു. ഇനിയും അവളെ വിട്ടിയാക്കേണ്ട കിഷോർ. ഉള്ള സത്യം ഒന്ന് തുറന്നു പറഞ്ഞേക്കി. അവൾ മുറിയിലെത്തി ബാഗും കവറുകളും ഒതുക്കി വയ്ക്കുമ്പോൾ അവൻ പിന്നാലെ എത്തി. അപ്പോൾ നീ എന്നേക്കാൾ മുന്നേ കല്യാണം കഴിക്കാൻ പോവുകയാണോ? നിനക്ക് അത്രയ്ക്കും പ്രായമൊന്നും ആയിട്ടില്ലെന്നേ. ഒരു 2 വർഷം കൂടി പിടിച്ചു നിൽക്കാം. ഓ, എന്തിനാടാ? എന്നതായാലും ആരുടെയെങ്കിലും തലയിൽ അച്ഛനും അമ്മയും കൂടി എന്നെ കെട്ടിവെക്കും. എങ്കിൽ പിന്നെ അത് കുറച്ച് നേരത്തെ ആയിക്കോട്ടെ. അവളൊട്ടും കൂസില്ലാതെയാണ് പറഞ്ഞത്. എങ്കിൽ പിന്നെ ആരുടെയെങ്കിലും തലയിലോട്ട് കയറുന്നത് എന്തിനാ? ഈ തലയിലോട്ട് ഞാൻ കയറിക്കോ. അവളൊന്നും ഞെട്ടി. തമാശ പറഞ്ഞതാണോ? നീ നോക്കി ദഹിപ്പിക്കേണ്ട. നിന്നെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ആലോചനയുടെ കാര്യമാണ് അന്ന് ഞാൻ പറഞ്ഞത്. ഓഹോ, അപ്പോൾ നിനക്കൊട്ടും താല്പര്യമില്ലെന്ന് സാരം. ഡിപ്പോട്ടി, ഞാൻ വേറെ എണ്ണത്തിനെയും ഈ തലയിൽ കയറ്റത്തില്ല എന്ന് കട്ടായം പറഞ്ഞതുകൊണ്ടല്ലേ? എനിക്ക് സുന്ദരിയെ മതി. അപ്പോൾ മറ്റേ അതിസുന്ദരിയോ? അവളാണല്ലോ ഇവൾ. അവൻ്റെ പ്രത്യേക സ്റ്റൈലിൽ അവളെ ചൂണ്ടി പറഞ്ഞപ്പോൾ
ഹൃദയം ഒട്ടും ഭാരമില്ലാത്ത ഒരു തൂവൽ പോലെ ആകാശത്തോളം ഉയരേക്ക് പറന്നു പോകുന്ന തോന്നലിൽ അവളൊന്ന് ആടി ഉലഞ്ഞു. തീർത്തും ദുർബലമായി പോയ ആ നിമിഷത്തിൽ അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വച്ചു. എന്തിനാ എന്നെ ഇത്രയും ദിവസം തീ തീപിച്ചതെന്ന് ആ നെഞ്ചിൽ തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ശ്വാസനിശ്വാസങ്ങൾ തൊട്ടറിഞ്ഞ് ഒരു ജീവിതം മുഴുവനും അങ്ങനെ തന്നെ നിൽക്കാനാണ് അവൾ കൊതിച്ചത്. തൻ്റെ നെറ്റിയിലേക്ക് മാടി വീണ മുടിയിഴകളിൽ അവൻ്റെ നീണ്ട വിരലുകൾ താളം പിടിക്കുന്നുണ്ടായിരുന്നു. ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ കാലം മുതൽക്കേ നീ എൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടിയതല്ലേ. എന്നിട്ട് എന്നെ മറന്ന് വേറൊരുത്തൻ വന്നാൽ നീ കെട്ടാനായി കഴുത്ത് നീട്ടുമോ? ഒന്നും തുറന്നു പറയാതെ ഇതുപോലൊക്കെ അഭിനയിച്ചാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരും. ആഹാ, അമ്പടി കേമി. അവൻ അവളുടെ നീണ്ട മൂക്ക് പിടിച്ച് ശക്തിയായി തിരിഞ്ഞു. അയ്യോ നീ! അവൾ വേദനയോടെ ഉറക്കെ ചിരിച്ചു. ആ ചിരി പുറത്തെ 2 ഹൃദയങ്ങളിലേക്കാണ് ഇരച്ചു കയറിയത്. പാവം, ഇത് കുറച്ച് നേരത്തെ പറയാമായിരുന്നു. ഭാര്യയുടെ സ്വരത്തിലെ പരിഭവം തിരിച്ചറിഞ്ഞിട്ടും അയാൾ ഒന്നും മിണ്ടാതെ ചിരിച്ചതേയുള്ളൂ. രണ്ടാളും ഒന്നും തുറന്ന് പറയാതിരുന്നിട്ടല്ലേ? പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയണമെന്ന് പറയുന്നത് ഇതിനാണ്. ഭാര്യയോട് എന്തോ പറയാനൊരുങ്ങിയ അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മകളെയും കിഷോറിനെയും കണ്ടു. അപ്പോൾ എന്നത്തേക്കാണ് കല്യാണം നടത്തേണ്ടത്? ഒന്ന് പോവാച്ചാ, കളിയാക്കാതെ. അത് കേട്ട് അവരെല്ലാം പൊട്ടിച്ചിരിച്ചു. ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.